താളങ്ങളുടെ പെരുമഴ തീർത്തും വാദ്യകലയുടെ പാരമ്പര്യവും ചാരുതയും ഒരുമിച്ച് പകർന്നും കിഴക്കഞ്ചേരിയിൽ പഞ്ചവാദ്യ വിരുന്ന്. കിഴക്കഞ്ചേരി വാദ്യകല ആസ്വാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ നെടുമ്പറത്ത് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു പഞ്ചവാദ്യ വിരുന്ന് അരങ്ങേറിയത്. പ്രഗത്ഭരായ വാദ്യകലാകാരന്മാർ ഒരേ വേദിയിൽ അണിനിരുന്നതോടെ ചടങ്ങ് ആസ്വാദകർക്ക് മറക്കാനാകാത്ത അനുഭവമായി. പഞ്ചവാദ്യത്തിന്റെ താളവിസ്മയത്തിനൊപ്പം വാദ്യകലയുടെ ആഴവും സൗന്ദര്യവും ആസ്വദിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. പാരമ്പര്യമായി കൈമാറി വരുന്ന കേരളത്തിന്റെ തനത് വാദ്യകലാരൂപത്തെ പുതിയ തലമുറയിലേക്കും ആസ്വാദകരിലേക്കും കൂടുതൽ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വാദ്യകല ആസ്വാദക സംഘം പഞ്ചവാദ്യ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. കുനിശ്ശേരി അനിയന്മാരാർ, പരക്കാട് തങ്കപ്പന്മാരാർ, കോങ്ങാട് മധു, തിരുവില്വാമല ഹരി, ചെർപ്പുളശ്ശേരി ശിവൻ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, നെല്ലുവായ് ശശി, മച്ചാട് മണികണ്ഠൻ, പാഞ്ഞാൾ വേലുക്കുട്ടി തുടങ്ങി വാദ്യകലാരംഗത്തെ പ്രമുഖരാണ് ഇത്തവണ പഞ്ചവാദ്യ വിരുന്നിൽ അണിനിരന്നത്. പരിചയസമ്പന്നരായ കലാകാരന്മാരുടെ മികവുറ്റ പ്രകടനത്തിനൊപ്പം താളവും മേളവും പാരമ്പര്യവും ഒത്തുചേർന്നപ്പോൾ ക്ഷേത്ര പരിസരം സംഗീത സാന്ദ്രമായി. വാദ്യകലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഇലത്താള കലാകാരൻ പല്ലാവൂർ രാഘവ പിഷാരടിയുടെ സാന്നിധ്യവും ചടങ്ങിന്റെ പ്രത്യേകതയായി. പഞ്ചവാദ്യത്തിന്റെ ഓരോ ഘട്ടത്തിലും താളത്തിന്റെ സൂക്ഷ്മതയും കലാപരമായ മികവും ആസ്വാദകർക്ക് നേരിട്ടറിയാൻ അവസരമൊരുക്കിയ വിരുന്നായി പരിപാടി മാറി. വാദ്യകലയുടെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനൊപ്പം പുതിയ തലമുറയിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പരിപാടിയിൽ പുരസ്കാര ദാനവും നടത്തി. ഈ വർഷത്തെ യുവപ്രതിഭാ പുരസ്കാരം യുവകലാകാരൻ തിരുവറ പരക്കാട് മഹാദേവന് സമ്മാനിച്ച് ആദരിച്ചു. വാദ്യകലയുടെ ആഘോഷം മാത്രമായി പരിപാടി ഒതുങ്ങിയില്ല. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് ചടങ്ങിൽ ധനസഹായവും കൈമാറി. UTV ന്യൂസ്, പാലക്കാട്.